ഹായ് ഓൾ, കിത്താൻ കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാൽദീവ്സിൽ നിന്ന് കൊച്ചിയിലോട്ട് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. നമ്മൾ തലേന്ന് ബുക്ക് ചെയ്ത് ബഗ്ഗി നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വന്നു. ബഗ്ഗിയിലെ ആൾ തന്നെ നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് തരും കേട്ടോ, ഡ്രൈവർ തന്നെ. നമ്മൾ കയറിയിരുന്ന് നമ്മൾ യാത്ര ആരംഭിച്ചാൽ മതി. ഇതുപോലെ ബുക്ക് ചെയ്തവരെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോകാനാണ്. അങ്ങനെ നമ്മളിത് യാത്ര ഇവിടുന്ന് രാവിലെ ഒരു 6:30 ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ കുലുങ്ങി ബഗ്ഗിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ദ്വീപിൽ വഴികൾ കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്കൂളും എല്ലാം കേട്ടോ. അപ്പോൾ അതേ ആ നേരെ കാണുന്നതാണ് സ്കൂൾ. ആ ബ്ലൂ കളർ ഇത് കാണുന്നുണ്ടല്ലോ, ഷെയ്ഡ്സ് ഉള്ള ബിൽഡിങ്, അതാണ്. പിന്നെ ഇതാ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. രാവിലെ അങ്ങനെ ഈ വഴി ഇവിടെ വന്നതിന് ശേഷം രാവിലെ ഈ സ്ഥലമൊക്കെ കാണുന്നത് തന്നെ ഇപ്പോൾ നാട്ടിലോട്ട് പോകുന്ന ദിവസം കേട്ടോ. രാവിലെ ഒന്നും ആരും ഉറപ്പെഴുന്നേക്കാത്തതുകൊണ്ട് അതിലും റോട്ടിലും ആളൊന്നും ഇല്ല കേട്ടോ, കുറവാണ്. പിന്നെ ഇവിടെയൊക്കെ അതേ പണി നടക്കും കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെയൊക്കെ നല്ല ഡെവലപ്ഡ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഇത് വീണ്ടും ബുക്ക് ചെയ്തവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബഗ്ഗിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമോ. ഇത് കണ്ടോ, ഒരു സെറ്റ് ആൾക്കാർ വേറെ ബോട്ടിലൊക്കെ പോകാനുള്ളവരായിരിക്കും, അവരിങ്ങനെ പോവുക. അപ്പം നമ്മൾ ബുക്ക് ചെയ്ത ബോട്ടിൻ്റെ അവർ തന്നെയാണ് ഈ ബഗ്ഗിയും കൊണ്ട് വരുന്നതും കേട്ടോ. അപ്പോൾ അതേ അടുത്തൊരു റിസോർട്ടിൽ വന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് നമ്മളെ എടുത്തത് കേട്ടോ. അത് കഴിഞ്ഞതേ ഇവരെല്ലാവരും ഇതിനകത്ത് കയറുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവരുടെ ട്രിപ്പ് മോഡൊക്കെ കഴിഞ്ഞ് നാട്ടിലോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഞാനും എൻ്റെയും യാത്രയൊക്കെ കഴിഞ്ഞു. ഇനി തിരിച്ച് ജോലിക്ക് കയറണം. അങ്ങനെ ദേ ഹാർബറിൽ വന്നു. ഹാർബറിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സ്ഥലമായിരിക്കും. കാര്യം വൈകുന്നേരങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും പോയിരിക്കുന്ന സ്ഥലമായിരുന്നു ഹാർബർ. നമ്മൾ മീൻ മേടിക്കാൻ വരുന്നത് ഇവിടെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് എനിക്ക് വിഷമം വന്നപ്പോഴും സന്തോഷം വരുമ്പോഴും ഒക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു 3 മാസത്തിൽ ഭയങ്കരമായിട്ട് ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു പ്ലേസാണ് എനിക്കിത്. പിന്നെ ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇവിടെ നമുക്കിങ്ങനെ സന്ധ്യയ്ക്ക് ആണെങ്കിലൊക്കെ വന്നിരിക്കാൻ ഭയങ്കര പീസാണ് കേട്ടോ. നല്ല രസമാണ്. നമുക്കിങ്ങനെ മൈൻഡ് റിഫ്രഷ് ആവണമെങ്കിലും എല്ലാം നമുക്കിവിടെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണ് ഇവിടുത്തെ ഹാർബർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതേ ഞങ്ങളിങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി ഞാനിങ്ങനെ ഹാർബർ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഇനി എന്നാണാവോ എന്നൊരിതാണ് കേട്ടോ. അങ്ങനെ ദേ ഇറങ്ങി, ബഗ്ഗിയിൽ നിന്ന് ഇറങ്ങി ഇത് എല്ലാവരും ഇറങ്ങി. നമ്മളങ്ങ് ഇറങ്ങിയാൽ മതി. ഇതാ നമ്മൾ പോകുന്ന ബോട്ട് കേട്ടോ. അപ്പോഴേ ലഗേജ് എല്ലാം അവർ തന്നെ എടുത്ത് വെച്ചോളും. അങ്ങനെ ഞങ്ങളിങ്ങനെ അകത്ത് കയറി നേരത്തെ സീറ്റ് പിടിച്ചു. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് നല്ലൊരു ക്യൂട്ട് കുട്ടിയല്ലേ. അങ്ങനെ ഞാൻ അങ്ങനെ അറ്റത്തേക്ക് ഇത് നോക്കുക. അപ്പോൾ ഇതേ ഒരു ബോട്ട് പോകുന്നുണ്ടോ. ഇത് വേറെ ബോട്ടിലും ഇതേ ടൈമിൽ തന്നെ 3-4 ബോട്ട് ഉണ്ട് കേട്ടോ. മാൽദീവ്സിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോകുന്നവരെയോ സിറ്റി പോകുന്നവരെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ സ്പീഡ് ബോട്ടായിരിക്കും. അങ്ങനെ എല്ലാവരും കയറി ലഗേജൊക്കെ അവർ റെഡിയാക്കുക കേട്ടോ. പിന്നെ ഈ ലഗേജ് അവരത്രയും സൂക്ഷിച്ചൊക്കെ തന്നെയാണ് കേട്ടോ ക്യാരി ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എയർപോർട്ടിൽ വന്ന് നമ്മുടെ ലഗേജ്, നമ്മുടെ ബാഗ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ ബാഗ് കളക്ട് ചെയ്തതിന് ശേഷം, എയർപോർട്ടിൽ നിന്ന് ബാഗ് കളക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബാഗ് പൊട്ടിയായിരുന്നു. ഇവരൊക്കെ എന്ത് കെയർ ആയിട്ടാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ അതേ നമ്മുടെ ബോട്ട് പയ്യെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇങ്ങനെ ദ്വീപ് ഇങ്ങനെ നോക്കുക. ഓക്കെ, പോവുകയാണ്. ശരി, അപ്പോൾ ടാറ്റാ ബബായ് മോഡാണേ. എന്നിട്ട് ഞാൻ തിരിച്ചൊന്നുകൂടെ ദ്വീപും കണ്ടേക്കാതെ പറഞ്ഞ് ക്യാമറ തിരിച്ചു വെച്ചു ടാറ്റാ ബബായ് പറയുവാണ് തൊടു ഐലൻഡിനോട്. അങ്ങനെ പോയി. അങ്ങനെ യാത്ര ആരംഭിക്കുകയാണ്. കയറി ഇരുന്ന് അങ്ങോട്ട് സ്റ്റാർട്ടായ ഓർമ്മയുള്ളൂ. ഭയങ്കര സ്പീഡാണ് കേട്ടോ. സ്പീഡ് ബോട്ടാണ് ആക്ച്വലി. പിന്നെ കടലും സ്പീഡ് ബോട്ടും കൂടെ ആകുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ നമ്മൾ പോയതിൻ്റെ രാവിലെ അത്യാവശ്യം നല്ല കാമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ചാട്ടവും കുലുക്കവും, ഒരു ഭയങ്കരമായ ചാട്ടവും കുലുക്കവും ഒന്നും ഇല്ലായിരുന്നു. എന്നാലും നമുക്കത് അഡ്ജസ്റ്റബിൾ ആയിരുന്നു. ചില സമയത്തൊക്കെ പറയുന്ന കേൾക്കാൻ ഭയങ്കര റഫായിരിക്കും, നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവുമെന്ന്. പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല സേഫായിട്ട് അങ്ങ് എത്താൻ പറ്റി. പിന്നെ വഴിയിൽ ദ്വീപ് അങ്ങ് വരെ കാണാം. ദ്വീപ് മാഞ്ഞ് മറയുന്നത് വരെ ഞാൻ നോക്കി കേട്ടോ. എന്നിട്ട് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചിരിക്കുന്നെങ്കിലും മനസ്സിൽ ഓക്കെ, ഇനിയിപ്പോൾ തിരിച്ച് ജോലിക്കൊക്കെ കയറണമല്ലോ എന്നൊരു മൈൻഡ് സെറ്റാണ്. പിന്നെ അങ്ങനെ ദ്വീപ് കണ്ട് മാഞ്ഞ് പോയി. അങ്ങനെ പിന്നെ കടൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കടൽ കാണുന്നതിനിടയിൽ വെയിൽ കാരണം ഒന്ന് കൂളിംഗ് ഗ്ലാസ് വയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാം വെയിൽ തന്നെ എന്തൊക്കെയാണേലും. അങ്ങനെ എൻ്റെ ബാക്കിൽ ഇരുന്ന ആളാണെങ്കിൽ ഇങ്ങനെ കൈ ഇങ്ങനെ പുറത്ത് വെളിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ
ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഷാർക്ക് വരും കൈയുടെ തകത്തിലെന്ന് ആരോ പറഞ്ഞപ്പോൾ പുള്ളി വീണ്ടും കൈയൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് ഷാർക്ക് വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് കുറച്ച് എവിടെയോ ഇങ്ങനെ ഷാർക്ക് ഒരു എന്താ ഒരു കൂട്ടം ഷാർക്ക് ഇങ്ങനെ ജമ്പ് ചെയ്യുന്നത് കണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ട്. ഇത് നമ്മൾ ഫ്ലൈറ്റിൽ വെച്ചും മാൽദീവ്സിൽ ടൂറിൻ്റെ പാക്കേജിലും ഒക്കെ പറയുന്നത് ഈ വാട്ടർ വില്ലാസ് നമ്മൾ ഫ്ലൈറ്റിലിരുന്ന് നമ്മൾ മാൽദീവ്സിലോട്ട് ലാൻഡ് ചെയ്യുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും. അതാണ് മാൽദീവ് സിറ്റി കേട്ടോ. സിറ്റി വേറെ ഐലൻഡിലും എയർപോർട്ട് വേറെ ഐലൻഡിലുമാണ്. അതാണ് മാൽദീവ് സിറ്റി. അത്യാവശ്യം ഡെവലപ്ഡ് ആണ്. പിന്നെ അങ്ങനെ അവിടെ ഇവിടെ ഒരു പാലമുണ്ട്. ഇത് കണ്ടോ, ഇതാണ് എയർപോർട്ട്, വെലേന ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ എയർപോർട്ട് ഇതാണ്. എയർപോർട്ട് നിൽക്കുന്നത് വേറൊരു ദ്വീപിലാണ്. അങ്ങനെ നമ്മളിത് എയർപോർട്ടിലേക്ക് അടുക്കുകയാണ്. എയർപോർട്ടിലേക്ക് വണ്ടി നമ്മുടെ സ്പീഡ് ബോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങിയാൽ മതി, അവർ ലഗേജൊക്കെ എടുത്തു തരും. ഹസ്ബൻഡ് പോയി ട്രോളിയൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് കൊട്ടിയിരിക്കുന്ന ഹസ്ബൻഡ് പോയി ട്രോളിയെല്ലാം എടുത്തിട്ട് വന്നു ബാഗ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാഗിന് വേണ്ടി നമ്മളും വെയിറ്റ് ചെയ്യുക, നമ്മുടെ ബാഗിന് വേണ്ടിയിട്ട്. അങ്ങനെ ട്രോളിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ബാഗിന് വേണ്ടിയിട്ട്. ഇവിടുത്തെ ബസ്സാണ് കേട്ടോ, ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങനെ ഓരോ ആസ്വദിച്ചിരിക്കും. നല്ല ബ്ലൂസി അല്ലേ, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ രസമാണല്ലോ. അങ്ങനെ നമ്മുടെ ബാഗൊക്കെ കിട്ടി നമ്മളിങ്ങനെ പോവുക എയർപോർട്ടിലോട്ട്. എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൊച്ചി എയർപോർട്ടൊക്കെ വെച്ചിട്ട് ട്രിവാൻഡ്രം എയർപോർട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ലുക്കൊന്നുള്ള എയർപോർട്ടൊന്നും അല്ല കേട്ടോ. പിന്നെ നമ്മൾ ചെക്കിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒന്ന് ഡ്യൂട്ടി ഫ്രീ വരെ വരാമെന്ന് വിചാരിച്ചു. കണ്ടല്ലോ അല്ലേ, ഡ്യൂട്ടി ഫ്രീയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ബസ്സിൽ ഫ്ലൈറ്റിൻ്റെ അടുത്ത് കൊണ്ടാക്കി തരുമായിരുന്നു. നമ്മളെ കൊണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ വണ്ടി കയറുകയാണ്. ഫ്ലൈറ്റിലോട്ട് പോകുന്നു. അപ്പോഴത്തേക്ക് നമ്മളെ ക്യാബിൻ ക്രൂ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട് നന്നായിട്ട്. പിന്നെ അത് അവരുടെ ഡ്യൂട്ടി ആണല്ലോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിന് ഒന്നുകൂടെയൊക്കെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോവുകയാണ് കൊച്ചിയിലേക്ക്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാധാ പാർക്കിങ്ങും ഒക്കെ പോലെയാണ് കേട്ടോ. വണ്ടിയിൽ വരാനും പോകാനും വേണ്ടിയിട്ട് ഫ്ലൈറ്റ്സിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നു, പോകുന്നു. അങ്ങനെ എന്തായാലും സ്റ്റാർട്ട് ചെയ്തപ്പോൾ മോളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സച്ച് ആൻ ഓസം വ്യൂ. അടിപൊളിയാണ് മോളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് ദൂരം വരെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര അതിശയമാണ് ഇത് കാണുമ്പോഴത്തേക്ക്. ഓരോ ദ്വീപുകൾ നമുക്ക് മോളിൽ ഇരുന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ്. അപ്പോഴേക്കും കൊച്ചി എത്തി. ഒരു 1.5 മണിക്കൂറായപ്പോഴത്തേക്ക് നമ്മൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. കൊച്ചിയിലെത്തിയാൽ പിന്നെ നമ്മുടെ നാട്ടിൽ പിന്നെ എല്ലാവരും കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ. അങ്ങനെ നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ബാഗിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അറ്റ് ലാസ്റ്റ് നമ്മുടെ ബാഗ് കിട്ടി. അപ്പോൾ പൊട്ടിയ ബാഗുമായി ഞങ്ങൾ മടങ്ങുകയാണ്.